വിജയന്റെ വീട് ആരാ വിജയൻ? ആരാടാ വിജയൻ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് വിജയൻ. വിജയൻ ആരാന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ പേരിൽ മാത്രമേ വിജയുള്ളൂ, ജീവിതത്തിൽ മുട്ടം തോൽവിയാണ് തന്നെ. അയ്യോ പെണ്ണും പിള്ളെ കൊണ്ട് ജഗ്ലിംഗ് ഡാൻസ് കളിച്ചാ നീ ജീവിക്കുന്നല്ലേ? ജഗ്ലിംഗ് അവിടെ കഴുത്ത കുപ്പി കിടക്കുന്നുണ്ട്. ജഗ്ലിംഗ് അല്ല, പിന്നെ എന്റെ ഭാര്യയുടെ ശരീരത്തോടെ മദ്യം ഒഴുകുന്നുണ്ട്. ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് നോക്കിയിട്ട് എങ്ങനെ മദ്യം ഒഴുകുന്നുണ്ടെന്ന്? നിന്റെ ഭാര്യയുടെ ദേഹത്തൂടെ മദ്യം ഒഴുകുന്നുണ്ടല്ലേ? ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. 1-ാം തീയതി ഭാര്യയും ഭർത്താവും ഇവിടെ മദ്യ കച്ചവടമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്. വണ്ടിയിലോട്ട് കയറി 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 കയറി. വണ്ടി കയറണം എന്തിന്? വണ്ടി കയറണം എന്തിന്? അതിനാ എന്താ 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 പിന്നെ ലൈസൻസ് വേണോ? ലൈസൻസ് വേണം മദ്യ കച്ചവടം. ലൈസൻസ് തരാം. അവിടെ ഒരു SSC ബുക്ക് ഉണ്ട്. SSC ബുക്ക് അല്ലടാ, മദ്യം വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം. മിസ്റ്റർ ഓഫീസർ, എനിക്ക് അല്പം സ്വല്പം നിയമമൊക്കെ അറിയാം. ആണോ? എന്നാ നീ എക്സൈസ് ആകും, ഞാൻ നാട്ടുകാരനെയാകാം. അല്ല, ഇത് പ്രകൃതി ഉണ്ടാവുന്ന ലൈസൻസ് വേണ്ട. ലൈസൻസ് വേണ്ടല്ലേ? ഒരു മഴ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് വേണോ? വേണ്ട. ലൈസൻസ് വേണോ? വേണ്ട. അല്ല, ഇങ്ങനെ നാട്ടിൽ ലൈസൻസ് ഇല്ല, ലൈസൻസ് വേണോ? ഒരു കാര്യം ചെയ്യാം, ഇവിടെ ദേഹത്തുനിന്നല്ലേ മദ്യം കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി സർക്കാർ അങ്ങ് ഏറ്റെടുക്കാൻ പോവുക. അതിന് മദ്യമല്ലേ വരുന്നത്, പക്ഷെ ഒരു നിയമമുണ്ട്. 1-ാം തീയതി ഇവിടെ നിൽക്കാൻ പാടില്ല, ഒക്ടോബർ 2 നിൽക്കാൻ പാടില്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന നിൽക്കാൻ പാടില്ല, പിന്നെ അല്ലാതെ കന്നി നിൽക്കാൻ പാടില്ല. അല്ല, സാറിന് കറക്റ്റ് ആണ്. കാരണം അന്നൊക്കെ വിവരാജ് അവധിയാണ്. അപ്പൊ ഈ ചേച്ചി പിടിച്ച് സ്റ്റൗവിന്റെ മണ്ടായിട്ട് ഓസിട്ട് മാറ്റിക്കഴിഞ്ഞാൽ സാറേ ഇങ്ങോട്ട് നോക്കിയാണ്. ഇത് ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമല്ല, നാച്ചുറൽ ആയിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉരുകി ഇറങ്ങി പറഞ്ഞ സാധനമാണ്. അത് സത്യം സാറേ, നാച്ചുറൽ എന്ന് ഞാൻ എങ്ങനെ അറിയും? സാറേ ഒരു കാര്യം ചെയ്യും, എനിക്കൊന്ന് തരാൻ പറ, ഞാൻ ഇപ്പൊ പറയാം. കറക്റ്റ് എനിക്ക് തരാൻ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സാർ അടിച്ചിട്ട് എനിക്ക് 10 5 തന്നാൽ മതി. ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. അയ്യോ, അതാണ് വിഷയം. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ 1 മണിയായി, 12:45 വരെ ഡ്യൂട്ടി ഉള്ളൂ. സാറിനൊന്ന് കഴിക്കാം. ചേച്ചിയുടെ വേർപ്പെന്നാണ് പറയാ, കറക്റ്റ് പിടുത്തോണ്ടാ നോക്കണം. നോക്കട്ടെ. എന്താ സൂപ്പറല്ലേ? എങ്ങനെയുണ്ട്? ഒന്നും തോന്നുന്നില്ല. അതൊക്കെ കേറൂ.